കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ബിരുദന്മാര് നമ്മളുടെ ചെടികളിലുണ്ടാവും. എന്ത് കാണാന് കണ്ണതല്ലേ, ഇത്ര ക്യൂട്ടാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെടി കംപ്ലീറ്റ് നശിപ്പിക്കാൻ ഇവര് മാത്രം മതി. നമുക്ക് ഇവരെ തീരുമാനമാക്കാം. എനിക്ക് അതിന്റെ ടൈമൊക്കെ വന്നപ്പോൾ തോന്നി. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കണ്ടേ, ഇതാ ഇവിടെ തിന്നിട്ടുണ്ട് ഈ ചെടീന്റെ ഒക്കെ. ഇതൊക്കെ മുഴുവനാക്കി ഇരിക്കുന്നുണ്ട് നല്ല ചെറുക്കുണ്ട്. ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ചെടികളെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക്, ചെടികളെ വളർത്തുന്നവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്, നല്ല രീതിയിൽ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ചെടി ഒന്നിൽ ചീഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇല കൊഴിഞ്ഞു പോകാം, ഇലക്ക് മഞ്ഞളിപ്പ് ബാധിക്കാം, ചെടി മുരടിച്ചു പോകാം, അതുപോലെ പൂവൊക്കെ മൊട്ടൊക്കെ ആയി വന്നിട്ട് മൊട്ട് വിരിയാതിരിക്കുന്ന അവസ്ഥ, പിന്നെ തണ്ട് തുഴപ്പം, പുഴുക്കള്, ഒച്ച്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചെടികൾക്ക് അല്ലെ. ഒന്നെങ്കിൽ കീടങ്ങൾ വന്നിട്ട് നശിപ്പിക്കും, അല്ലെങ്കിൽ ആ ചെടി സ്വമേധയാ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ട് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെടികളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ, ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ട് നിന്നിട്ട് കായ പിടിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. മാവൊക്കെ ആണെങ്കിലൊക്കെ കായ പിടിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പച്ചക്കറി ആയാലും ഫലവൃക്ഷങ്ങളായാലും ചെടികളായാലും അതിനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല ഒരു അടിപൊളി കെയറിംഗ് ടിപ്പ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുകയുള്ളൂ. വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഗാർഡൻ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം, എന്താണ് റീസൺ എന്ന് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ടിപ്പ് എന്താണ്, ആ ഒരു ഫുൾ കെയറിംഗ് ടിപ്പ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഉപ്പ് പോലെ പഞ്ചസാര പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഒരിക്കലും എഡിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ കുട്ടികൾ എത്തുന്ന ഭാഗത്തു നിന്നൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ശരിക്കും പ്യോർ വൈറ്റ് ആണ്, ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇത് കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ പഞ്ചസാര പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് വളം ഡിപ്പോകളിൽ നിന്ന് വാങ്ങിക്കാം, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ മെഡിക്കൽ സ്റ്റോറിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് വളം ഡിപ്പോയിൽ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഏകദേശം 20 മുതൽ നമുക്ക് പല ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കിലോക്ക് 20 രൂപ മുതലൊക്കെ ഉണ്ട്. ചെറിയ പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാക്ക് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ നഴ്സറിയിൽ നിന്ന് 15 രൂപക്കാണ് ചെറിയൊരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 100 ഗ്രാം എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അത് 15 രൂപയായിരുന്നു. അപ്പോൾ പല ഭാഗത്തു നിന്ന് പല റേറ്റ് ഉണ്ട്. 60 രൂപയുണ്ട്. അപ്പം ഇത് നമ്മൾ കിലോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 60 രൂപയാണ് ഒരു കിലോക്ക് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ 20 രൂപ മുതലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല ഭാഗങ്ങളിലും പല റേറ്റ് ആയിരിക്കും. വളം ഡിപ്പോകളിൽ നമുക്കിത് കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ വഴിയും വാങ്ങിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് കാണിക്കാം. ചെടികളുടെ മുരട്ടിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വീതം ചെടികളുടെ ചുവട്ടിൽ ചട്ടിക്ക് ചുറ്റിനും, ചട്ടിയിലുള്ള ചെടിയാണെങ്കിൽ ആ വേരിൽ നിന്ന് മാറ്റി ചട്ടിക്ക് ചുറ്റിനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മണ്ണിൽ നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ അതിനും പോലെ വേരിൽ നിന്നൊന്ന് മാറ്റിയിട്ട് അതിന് ചുവട്ടിലിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ സാൾട്ട് പോലെയാണല്ലോ, പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാനും 1 ടീസ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, പെട്ടെന്ന് അലിഞ്ഞു പോകും അത്. എന്നിട്ട് ചെടികൾ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടികൾക്ക് നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടത്താനും നല്ല പച്ചപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല പൂക്കളും അത് നല്ല കായ പിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചെടികളിൽ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ് നല്ല രീതിയിൽ തിക്കായിട്ടൊരു ഗ്രോത്ത് നമ്മുടെ ചെടികൾക്ക് കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ടിപ്പ്.
ചെടികളിൽ മാഗ്നീഷ്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെടികളുടെ ഗ്രോത്ത്, അതിൻ്റെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശക്തി നഷ്ടപ്പെട്ടതിലൂടെയാണ് ചെടികൾക്ക് ഇല മഞ്ഞളിപ്പും അതുപോലെ തണ്ടുതുരപ്പൻ പുഴുക്കളുടെ ആക്രമണമൊക്കെ ചെടികൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ മാഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സാൾട്ട് നമ്മൾ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിലൂടെ ചെടിക്ക് മാഗ്നീഷ്യം ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ചെടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രോങ് ആ ചെടിക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈ കീടങ്ങളുടെയൊക്കെ ശല്യങ്ങളിൽ നിന്ന് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ചെടി സ്വയം അതിനുള്ളൊരു കരുത്ത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എപ്സം സാൾട്ട് ചെടികൾക്ക് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് വേണ്ട NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതൊക്കെ ചെടികൾക്ക് ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതുവഴി ചെടികളുടെ മുരടിപ്പ് മാറാനും മഞ്ഞപ്പ് മാറാനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ ചെടികൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോട്ട് മിക്സിലേക്ക് 1 ടീസ്പൂൺ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെടികൾ പുതിയ തൈകൾ മാറ്റി വയ്ക്കുമ്പോൾ ആ ചെടികൾക്ക് ഒരു ഷോക്ക് ഉണ്ടാവാറുണ്ടല്ലോ, അതുവഴിയാണ് നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഒരു ഷോക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഇത് നമ്മുടെ പോട്ട് മിക്സിൽ മിക്സ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഇത് സഹായിക്കും. മണ്ണിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടിയിലിട്ട് കൊടുക്കുന്നതിലൂടെ ഒച്ചിൻ്റെ ശല്യം അകറ്റി നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ 10 മണി പോലത്തെ ചെടികൾ മഴക്കാലത്ത് നശിച്ചു പോകാനുള്ള വളരെയധികം സാധ്യത കൂടുതലുള്ള ചെടികളാണ്. ഇത്തരത്തിലുള്ള 10 മണി ചെടികൾക്ക് അതുപോലെ ബോൾസം പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തക്കാളി, മറ്റ് പച്ചക്കറികൾ, പച്ചമുളകൊക്കെ ഇതിലേക്കൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്താൽ ആ ചെടിക്ക് നല്ല എനർജി ആയിട്ട് നന്നായിട്ട് കായ പിടിച്ച് വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്യേണ്ട സമയം മാസത്തിൽ 2 തവണയാണ് ചെയ്യേണ്ടത്. 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെടികൾക്ക് നമ്മൾ എപ്പോഴും വളങ്ങൾ മാറ്റി മാറ്റി കൊടുക്കുന്നതാണ് ചെടികളുടെ എനർജിക്ക് ഏറ്റവും നല്ലത്. ഒരേ വളം തന്നെ സ്ഥിരമായിട്ട് തുടർന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര തന്നെ ഹെൽത്ത് ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും വളം ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളുടെ ചെടികളൊക്കെ എനർജി ആയിട്ട് ഇരുത്താൻ പറ്റുന്ന ഈ ഒരു എപ്സം സാൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗാർഡൻ റിലേറ്റഡ് നിങ്ങളുടെ കമൻസുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഓൺലൈൻ വഴി പ്ലാന്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.